ഞാൻ ആദ്യം ശ്രീകുമാറിലേക്കാണ്. ശ്രീകുമാർ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ച ഈ വിഷയത്തിൽ ഇന്ന് അഭിപ്രായം പറഞ്ഞയാൾ മുൻ KPCC പ്രസിഡന്റും ഇപ്പോൾ പ്രവർത്തക സമിതി അംഗവുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം പറഞ്ഞ രണ്ട് വാചകങ്ങൾ ഇങ്ങനെയാണ്. അതായത് VM സുധീരൻ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറഞ്ഞു, KPCC പ്രസിഡന്റ് തന്നെ അതിനോട് വലിയ തോതിൽ വിയോജിപ്പ് പരസ്യമാക്കി. ഇതാണ് ഉണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പറയുന്ന കാര്യം, നേതൃത്വം സുധീരൻ ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ട്, സുധീരനുമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ സുധീരൻ ഉന്നയിച്ച ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അതിലൂടെ പൊതുസമൂഹത്തിന് മുമ്പാകെ കുറെ കൂടി ശക്തമായി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, നേതൃത്വം അതിന് മുൻകൈ എടുക്കും എന്നാണ് കരുതുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണം. അത് KPCC പ്രസിഡൻ്റായിട്ടുള്ള K സുധാകരനും ബാധകമായ കാര്യമാണ് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ വിഷയത്തിൽ VM സുധീരൻ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തോട് ചില കാര്യങ്ങൾ പറയുന്നതിനെ ഏത് നിലയിലാണ് ആ യോഗം അല്ലെങ്കിൽ ആ യോഗവുമായി ബന്ധപ്പെട്ട് മറ്റു നേതാക്കൾ പലരും സമീപിച്ചത്? ഇന്നിപ്പോൾ ചെന്നിത്തല ആ വിഷയത്തിൽ എടുത്തൊരു നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ളതല്ലേ? സുധീരൻ ഉന്നയിച്ച കാര്യങ്ങളെ അങ്ങനെ അവഗണിക്കേണ്ടതല്ല, അത് ഗൗരവമായി പരിശോധിച്ച് തന്നെ പോകണം, പരിഹരിച്ചു പോകണം എന്ന നിലയിൽ രമേശ് ചെന്നിത്തല കൂടി പറയുന്നതോടെ സുധീരൻ പറഞ്ഞ കാര്യങ്ങളുടെ മാനം ഏറുകയല്ലേ? ശരത്തെ, ശ്രീ VM സുധീരൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളുമായി കൂട്ടിവെച്ചുകൊണ്ട് ഇതൊരു വലിയ ഒരു ബോംബ് പൊട്ടുന്ന സ്ഫോടനാത്മകമായ അന്തരീക്ഷമല്ലേ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. KPCC പ്രസിഡന്റ് ആയിരുന്ന VM സുധീരൻ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആ വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന് മറ്റൊരു KPCC മുൻ പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞതായിട്ട് മാത്രം എടുത്താൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് സുധീരൻ്റെ വിഷയം ഗൗരവമുള്ളതാണ്, അത് ചർച്ച ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ സുധീരൻ ഉന്നയിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം മുതിർന്ന നേതാവാണ്, മുൻ മന്ത്രിയാണ്, മുൻ KPCC പ്രസിഡന്റാണ്. ഒരു കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു 8 or 10 നേതാക്കളിൽ 2 or 3 സ്ഥാനത്ത് നിന്നൊരാളാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഗൗരവമുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പതിവ് പോലെ തള്ളിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് KPCCയുടെ മുൻ പ്രസിഡന്റായ VM സുധീരൻ ഉന്നയിച്ചത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ വളരെ നിഷ്പക്ഷമതിയായും അതുപോലെ തന്നെ ഒരു പ്രത്യേക സംവിധാനത്തിലൂടെയും പ്രത്യേക വീക്ഷണകോണിലൂടെയും കാണുന്ന നേതാവാണ് VM സുധീരൻ. അദ്ദേഹം പൊതുകാര്യങ്ങൾ ഇടപെടുന്നു, ജനകീയ വിഷയങ്ങൾ ഇടപെടുന്നു. ചില ഘട്ടങ്ങളിൽ പാർട്ടിയുടെ താല്പര്യം ഹനിക്കാതെ തന്നെ, എന്നാൽ പാർട്ടി ഇടപെടാത്ത കാര്യങ്ങളും അദ്ദേഹം ഇടപെടുന്നു. പക്ഷേ അദ്ദേഹം ഇന്നലെ വിനയാന്ത് KPCC യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതെങ്ങനെയൊക്കെയോ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അതിനുശേഷം ഇന്നലെ KPCC പ്രസിഡന്റ് പരസ്യമായ ശ്രീ സുധീരനെതിരെ ഒരു പ്രസ്താവന നടത്തിയതും അതിനുശേഷം വൈകുന്നേരം ശ്രീ സുധീരൻ അതിന് കൊടുത്ത മറുപടിയും, ഇത് രണ്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നില്ല. ഇത് രണ്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം ലോക്സഭ തിരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുന്നു എന്നത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ ഗവൺമെന്റിന്റെ ജനകീയ നവകേരള സദസ്സ് അത് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരുപാട് വിഷയങ്ങളിൽ ഒരു ജനകീയ പിന്തുണ കിട്ടിയ സാഹചര്യത്തിൽ കോൺഗ്രസിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടമല്ല, ഘടകകക്ഷികൾക്ക് ഇഷ്ടമല്ല, കോൺഗ്രസിന്റെ അനുഭാവികൾക്ക് ഇഷ്ടമല്ല, വോട്ടർമാർക്കും ഇഷ്ടമല്ല. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിനെ എതിർത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കും ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ആ വിഷയം KPCC മുൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സുധീരൻ ഉന്നയിച്ച വിഷയമായിട്ട് മാത്രം അല്ല കാണുന്നത്. കോൺഗ്രസിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അത് കോൺഗ്രസ് ചർച്ച ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചർച്ച ചെയ്യുക എന്ന് വെച്ചാൽ അത് നാളെ ഒരു വിശദീകരണം ചോദിച്ച് ചർച്ചയാക്കുന്ന വിഷയമല്ല. എന്തുകൊണ്ടാണ് സുധീരൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്? അതാണ് ശരിക്കൊരു അദ്ദേഹം വൈകുന്നേരം പറഞ്ഞതൊരു പൊട്ടിത്തെറി തന്നെയാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ അദ്ദേഹം പറയാത്ത കാര്യമായിട്ട് ചിത്രീകരിച്ച് കോൺഗ്രസിനെ രക്ഷിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പൊട്ടിത്തെറിയുടെ വിഷയം തന്നെയാണ്. പക്ഷേ അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം VM സുധീരനുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. സുധീരൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സുധീരൻ കോൺഗ്രസിനെ വെട്ടിലാക്കി വിമത വേഷമാക്കി എന്നൊന്നും ചിത്രീകരിച്ചു പോകേണ്ട കാര്യമില്ല. VM സുധീരൻ എന്നും
നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി നിന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ എതിർപ്പിനെ അവഗണിച്ചു വളർന്നൊരു നേതാവാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾ ഇന്നത്തെ ശ്രീകുമാർ ഈ ചർച്ചയുടെ ഭാഗമായി നമ്മൾ ആരെങ്കിലും നമ്മൾ ആരും അതെ അതെ. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞതിലൊരു ഒരു പെശകുള്ളത്, ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലൊരു കോൺഗ്രസിലെ വിമത നേതാവായി ഈ ചർച്ച അവതരിപ്പിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, താങ്കൾ പറഞ്ഞതിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വാചകം വിട്ടുപോയതാണോ അതോ വിട്ട് കളഞ്ഞതാണോ എന്നെനിക്കറിയില്ല. അതിതാണ് താങ്കൾ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുതിർന്ന നേതാവാണ്. പക്ഷേ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ കണ്ണിലൂടെ കാണുമ്പോൾ ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ് VM സുധീരൻ. തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാവ് മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ നേതൃത്വം ഇടപെട്ട് പരിശോധിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അത് പരിഹരിക്കേണ്ടത് ആരാണ്? KPCC പ്രസിഡന്റ് അടങ്ങുന്ന ആ സംവിധാനമാണ്. അദ്ദേഹം തന്നെയാണ് VM സുധീരൻ ഏറ്റവും അപകീർത്തികരമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പരാമർശം വളരെ പരസ്യമാക്കിയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പാർട്ടി വിട്ടുപോകാൻ നിൽക്കുന്നയാളാണ്, അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയി VM സുധീരൻ എന്ന നിലയിൽ തന്നോട് തന്നെ പറഞ്ഞു എന്ന മട്ടിലേക്ക് സുധാകരൻ അതിനെ കാണുന്നു. അവിടെയാണ് VM സുധീരൻ പ്രകോപിച്ച് മറുപടി പറയേണ്ടതായി വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു നേതൃത്വം ഇതൊക്കെ പരിഹരിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസം പുതുമയുള്ള കാര്യമല്ലല്ലോ. പരസ്യമായി തന്നെ അഭിപ്രായ ഭിന്നത പ്രകടമാക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. ഞാൻ പറഞ്ഞൊരു കാര്യം ശരത്തെ പൂർണ്ണമായും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് സുധീരനെ വിമതനായി നിങ്ങൾ കാണുന്നു അല്ല പറഞ്ഞത്. അങ്ങനെ വിമതനായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഉണ്ടാകേണ്ടതില്ല. എന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ രമേശ് ചെന്നിത്തല പറഞ്ഞതോടുകൂടി ഗൗരവം വന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സൂചനയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ രീതിയിലേക്ക് അതിൽ വലിച്ചിഴക്കേണ്ട എന്നാ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞതല്ല. അത് ഒന്നിൽ ശരത്ത് കേട്ടതിന്റെ തെറ്റിദ്ധാരണയാകാം, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും വാചകത്തിൽ വന്ന പെശകായിരിക്കാം. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പൊ അതുകൊണ്ട് അത് കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാ പരിഹരിക്കാന്ന് വെച്ചാൽ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലും അതുപോലെ എക്സിക്യൂട്ടീവിലൊക്കെ അംഗമായിരുന്ന VM സുധീരന്റെ അഭിപ്രായങ്ങളെ അവഗണിക്കാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിലെ ഒരു മുൻ KPCC പ്രസിഡന്റ് പ്രശ്നം മാത്രമല്ല, ഒരു പ്രവർത്തകൻ എന്തെങ്കിലും ഉന്നയിച്ചാൽ പോലും അവഗണിക്കുന്ന സ്വഭാവം കോൺഗ്രസിനില്ല. കാരണം എല്ലാം കേൾക്കുന്നവരാണ്. പക്ഷെ ഭിന്നത വളരെ രൂക്ഷമായിട്ട് പുറത്തേക്ക് വരും, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അത് മറ്റേ ഈ ഇന്നലെയും ശ്രീ സുധാകരനും ശ്രീ സുധീരനും അങ്ങനെ പരസ്യമായി പറഞ്ഞത് അത് പ്രവർത്തകരിൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത്രയും ഒക്കെ ഒരു എന്താ പറയുക, കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസും UDF ഒക്കെ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൽ ഇങ്ങനെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, അതാണ് ഏറ്റവും മുതിർന്ന നേതാക്കൾക്കിടയിലെ ഭിന്നത പരസ്യമായി വരുന്നത് കോൺഗ്രസിന് നല്ലതല്ല. കോൺഗ്രസിന് നല്ലതല്ല എന്നുള്ളതല്ല എന്റെ കാര്യം, പ്രവർത്തകരിൽ അസ്വസ്ഥത ഉണ്ടാക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത്രയൊക്കെ ആയിട്ട് എന്താണ് ഈ നേതാക്കൾ ഇങ്ങനെ എന്തൊരു തോന്നലവരിൽ വരും. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും വളരെ രൂക്ഷമായി പ്രതികരിക്കേണ്ട കാരണം അവരുടെ ആ ഒരു അറിയാമല്ലോ, നേതാക്കൾക്കിടയിലെ ഭിന്നത വളരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. പക്ഷെ അത് ആ ഒരു ഭിന്നത നേതാക്കൾക്കിടയിൽ വന്നത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കാത്തതാണ്. അത് വന്നുപോയത് AICC ജനറൽ സെക്രട്ടറി സുധീരനെ തള്ളിപ്പറഞ്ഞൊന്നും അല്ല. AICC ജനറൽ സെക്രട്ടറി പറഞ്ഞ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം അവിടെ വിശദീകരിക്കുകയാണ് ചെയ്തത്. അത് എല്ലാവർക്കും ബാധകമാണ്. അത് KPCC പ്രസിഡന്റിനും മുൻ പ്രസിഡന്റുമാർക്കും ബാധകമാണ്. അതാണ് ശ്രീമതി ദീപാദാസ് മുൻഷി അവിടെ സൂചിപ്പിച്ചത്. അല്ലാണ്ട് ആരും സുധീരനെ തള്ളി പറഞ്ഞിട്ടില്ല. സുധീരനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞ KPCC പ്രസിഡന്റാണ്. അത് കുറച്ച് കൂടിപ്പോയി എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അസ്വസ്ഥത അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് സുധാകരനെ തള്ളിപ്പറഞ്ഞു എന്നും അതിനർത്ഥമില്ല.